ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ കുറച്ച് ഡ്രസ്സുകളുടെ ഫോൾഡിങ്സാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലധികം അലമാരികൾ വെക്കാനായിട്ട് സൗകര്യങ്ങളൊക്കെ കുറവുള്ള ആളുകൾക്ക് ഈ ഒരു ഫോൾഡിങ് സിസ്റ്റമൊക്കെ ഉപയോഗിക്കാം. കാരണം ഇത് ഒരെണ്ണം ഇങ്ങനെ നമ്മൾ എടുക്കുമ്പോൾ ഡ്രസ്സ് അതിൻ്റെ ഒപ്പം ഉള്ളത് കുറച്ച് താഴേക്കൊക്കെ വീണ് പോകുന്ന ചില സന്ദർഭങ്ങൾ ഉണ്ടാവില്ലേ. അപ്പോൾ പിന്നെ അതെല്ലാം നിവർന്ന് കിടന്നിട്ട് അത് വീണ്ടും എല്ലാം ഒന്നിച്ച് മടക്കിയൊക്കെ വെക്കേണ്ടി വരും. എനിക്കറിയാം, ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ കുറക്കാനായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ഫോൾഡിങ് സിസ്റ്റം കാണിക്കുന്നത്. ഇതിൻ്റെ അകത്തേക്ക് ഏറ്റവും അവസാനം ഇതിനകത്തേക്ക് ഇങ്ങോട്ട് വേണ്ട, ഇത് പകുതിയായിട്ട് ഇങ്ങനെ മടക്കിയതിന് ശേഷം ഇത് കണ്ട് മനസ്സിലാവുമല്ലോ അല്ലേ. അതിൻ്റെ അകത്തേക്ക് ഇങ്ങോട്ട് ആ ഒരു ലോക്ക് പോലെ ഇങ്ങോട്ട് കയറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അത് നമ്മൾ എന്ത് തന്നെ ആക്കിയാലും അത് അഴിഞ്ഞൊന്നും പോകില്ല. അപ്പോൾ നമ്മൾ മറിഞ്ഞൊക്കെ എല്ലാം വീണ് പോയാലും ബുക്കുകൾ ചായച്ചു വെക്കുന്ന ആ ഒരു രീതിയിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് എല്ലാം എടുത്ത് തിരിച്ച് വെക്കാൻ പറ്റും, മറിഞ്ഞു വീണാൽ തന്നെ. മറ്റേതുപോലെ ഇങ്ങനെ അഴിഞ്ഞു പോകില്ല. അപ്പോൾ ഞാനിത് എല്ലാം കണ്ടത് ഒരു ജപ്പാൻ്റെ ചാനലിൽ നിന്ന് ഒരുപാട് നാളുകൾക്ക് മുമ്പ് ഞാനിത് കണ്ട് പഠിച്ചിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്, വളരെ സൗകര്യപ്രദവുമാണ്. അപ്പോൾ ഏതായാലും ഇതും നിങ്ങളൊന്ന് കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളുടെ പിള്ളേരുടെ ടീഷർട്ടുകളൊക്കെ ഈ രീതിയിൽ, നമ്മുടെ പിള്ളേരുടെ കാര്യം അറിയാമല്ല, പിള്ളേർ ഒരു ഡ്രസ്സ് എടുക്കാനായിട്ട് അലമാരി തുറന്നു കഴിഞ്ഞാൽ കുറേ അധികം ഇങ്ങനെ മറിച്ച് തിരിച്ചൊക്കെ എല്ലാം കൂടി ഇടും. അപ്പോൾ അങ്ങനെയൊക്കെ ഇട്ടാലും കുഴപ്പമില്ല, ഇതെല്ലാം ഇങ്ങനെ തന്നെ കിടന്നോളും. ഇത് രണ്ടാമത്തെ ഒരു മെത്തേഡാണ്. ആദ്യത്തെ ഒരെണ്ണം ടീഷർട്ടിൻ്റെ കണിഞ്ഞില്ല, ഇതിങ്ങനെ ചുരുട്ടിയെടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് ഇങ്ങോട്ട് കയറ്റുന്ന ഒരു രീതിയാണ്, ചുരുട്ടിയെടുത്തിട്ട്. അപ്പം ഇങ്ങനെയുള്ള കുറേ മെത്തേഡുകൾ ഉണ്ട് കേട്ടോ. കുറേ ഞാൻ ഷൂട്ട് ചെയ്തിരുന്നു, പക്ഷേ ഭയങ്കര ലോങ് ആയിപ്പോയി വീഡിയോ, അരമണിക്കൂറൊക്കെ ആയി വീഡിയോ. അപ്പം ഞാൻ കുറേ ഇത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് ഇപ്പം ഏറ്റവും വളരെ ഉപയോഗപ്രദമായ മാത്രമാണ് ഞാൻ ഇട്ടേക്കുന്നത്. പിന്നെ കുറേ ഉണ്ട് ഫോൾഡിങ്സ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഞാനിങ്ങനെ ഈ ജപ്പാൻ്റെ ആ ഒരു ചാനൽ, അതിന് പേരൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ ജപ്പാനിൽ തന്നെ അവർ എഴുതിയേക്കണം, എന്താണെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ആ ഒരു ചാനൽ കണ്ടിട്ട് ഞാൻ ചെയ്തതാണ്. അവർ ഒരുപാട് കട്ടിയുള്ള ഈ സ്വെറ്ററുകളൊക്കെ നന്നായിട്ട് മടക്കി വേണം. നമുക്കങ്ങനെ സ്വെറ്ററുകളൊക്കെ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഉള്ളത് വെച്ചിട്ട് ഞാനതും ഒക്കെ ഒന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് പാൻസ് എല്ലാം ഈ ഒരു രീതിയിൽ പെട്ടെന്ന് മടക്കി വെക്കാൻ പറ്റും. പിന്നെ നമ്മളുടെ ടൂറ് പോകുന്ന ആളുകൾ അല്ലെങ്കിൽ ജോലിക്കൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഡ്രസ്സൊക്കെ ഒതുക്കി കംപ്രസ് ചെയ്ത രീതിയിൽ ഒക്കെ വെക്കാനായിട്ടുള്ള ഒരു മെത്തേഡായിട്ടാണ് ഇതിനെ കാണിച്ചിരിക്കുന്നത്. നമുക്ക് ഒതുങ്ങിയിരിക്കും. കുറേ ഡ്രസ്സ് ചെറിയ ബാഗിലാണെങ്കിലും നമുക്ക് ചായച്ചൊക്കെ വെക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് നിങ്ങൾ കാണുമ്പോഴത്തേക്ക് ഒരുപാട് ചുളുങ്ങിപ്പോകുന്നൊന്നും വിചാരിക്കണ്ട കേട്ടോ, ചുളുങ്ങൊന്നുമില്ല, നന്നായിട്ടായിരിക്കണം. നമ്മൾ സാധാരണ വെക്കുന്നതിനേലും ഭംഗിയായിട്ടായിരിക്കണത് ഡ്രസ്സൊക്കെ. പിന്നെ നമ്മളുടെ ഷർട്ടുകളൊക്കെ തേച്ചിട്ട് തൂക്കിയിടില്ലേ നമ്മൾ, അതങ്ങനെ മതി. അല്ലാതെ ഇങ്ങനെ അലമാരിയിൽ ഇങ്ങനെ മടക്കി മടക്കി സൂക്ഷിക്കുന്ന കുറേ സംഭവങ്ങളില്ലേ, അതൊക്കെ ഇങ്ങനെ ചെയ്താൽ മതി. ഇത് കണ്ട, ഇതൊരു ക്യാപ്പുള്ള സ്വെറ്ററാണ്, പക്ഷെ അധികം കട്ടിയൊന്നുമില്ല. അപ്പം ഈ സ്വെറ്ററാണെങ്കിലും ഇങ്ങനെ മടക്കിയിട്ട് ആ ക്യാപ്പ് ഉള്ളത് കൊണ്ട് ആ ക്യാപ്പിൻ്റെ അകത്തേക്ക് ഇതെല്ലാം കൂടി നമ്മൾ അങ്ങോട്ട് കയറ്റി വെച്ച് കഴിഞ്ഞാൽ നീറ്റായിട്ടിരുന്നോളും. കണ്ട, ഇങ്ങനെ ഈ രീതിയിൽ. പിന്നെ അടുത്തതായിട്ട് ഈ എന്താണ് ഇതിനെ പറഞ്ഞത്, തെർമലിൻ്റെ എല്ലാവർക്കും ഇത് ചിലവർക്കൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇത് ഒരിക്കലും ഒതുങ്ങി ഒരു സ്ഥലത്ത് ഇരിക്കില്ല. അപ്പം അത് ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഒന്നും കൂടി ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് അടുത്ത ഫോൾഡിങ് വരേണ്ടത് ഇതിൻ്റെ അകത്തേക്കാണ്. കണ്ട, ഇതിൻ്റെ അകത്തേക്ക് അങ്ങോട്ട് ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാലില്ലേ, നമ്മൾക്ക് ഒട്ടും സ്ഥലം നഷ്ടപ്പെടാതെ ഇത് അലമാരിയിൽ വെക്കേണ്ട സന്ദർഭങ്ങളിൽ ഇങ്ങനെ മടക്കി വെക്കുക. എത്രണ്ണം ഉണ്ടെങ്കിലും നല്ല നീറ്റായിട്ടിരുന്നു. അതുപോലെ തന്നെ നമ്മളുടെ ഇതുപോലെ കട്ടിയുള്ള സാധനങ്ങളെല്ലാം അങ്ങനെ തന്നെ ഫോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും. അതുപോലെ നമ്മളുടെ ഇന്നേഴ്സും ഈ രീതിയിൽ ഇങ്ങനെ ഉള്ളിലേക്ക് കയറ്റി വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് അത് വൃത്തിയായിട്ട് കുറച്ച് സ്ഥലത്ത് ഒരുപാട് നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഈ രീതിയിലൊക്കെ ആണെങ്കിലല്ലേ നമ്മൾക്ക് പിള്ളേർ ഇങ്ങനെ ഒരു സാധനം തിരക്കുമ്പോഴേക്കും ഇത് അടുത്ത ഒരു ടൈപ്പാണ് കേട്ടോ, വേറൊരു മെത്തേഡ്. ഇങ്ങനെയൊക്കെ കാണുമ്പോഴേക്കും നിങ്ങൾ വിചാരിക്കേണ്ട ഇലാസ്റ്റിക്കൊക്കെ നഷ്ടപ്പെടുമെന്നൊന്നും വിചാരിക്കേണ്ട, അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നുമില്ല. ഇലാസ്റ്റിക്കൊന്നും ഒരു കുഴപ്പം വരില്ല. ഞാനിത് വർഷങ്ങളായിട്ട് ചെയ്യുന്നതാണെങ്കിൽ എനിക്ക് മനസ്സിലാവില്ല ഇലാസ്റ്റിക്കൊക്കെ ഈടാവുമെന്നുണ്ടെങ്കിൽ.
നമ്മളുടെ വലിയ ഫ്ലെയറൊക്കെയുള്ള ഇതൊരു ഗൗണാണ്. ഫ്ലെയർ നല്ല ഫ്ലെയർ ഉണ്ട്. അപ്പം ആ ഒരു സാധനം മടക്കണമെന്നുണ്ടെങ്കിൽ ഈ ഫ്ലെയറുകളെല്ലാം ഒരേ ലെവലിലാക്കുക. മുകളിലത്തെ അതേ വീതിയിൽ മടക്കി മടക്കി താഴെയുള്ള ഭാഗം ഒരേ അളവ് മുകളിലുമാക്കി എടുത്തിട്ട് ഇതുപോലെ സാരി ബാഗിലാക്കിയിട്ട് വെക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഫ്ലെയർ ഉള്ളതിനെ ഒരു തരത്തിലും ഒതുക്കിയെടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. നമ്മുടെ ഈ പലാസോ പാൻറ്റുകളും ഒക്കെ ഈ രീതിയിൽ തന്നെ ഫോൾഡ് ചെയ്ത് അതിൻ്റെ ആ ഓപ്പണിങ് അത് താഴെ ഭാഗം കണ്ടില്ലേ, ഇങ്ങനെ ആദ്യം മടക്കി അങ്ങോട്ട് വെക്കുക. എന്നിട്ട് അത് അങ്ങോട്ട് ഓപ്പൺ ചെയ്ത് അതിനകത്തേക്ക് കയറ്റുക. ടൈറ്റ് ആയിട്ടിരുന്നു. ഇനി ഞാനിതിൻ്റെ ഈ ഒരു ജീൻസ് എൻ്റെ ഈ ഒരു ഫോൾഡിങ് കാണിക്കുന്നത് നമ്മൾ ടൂറ് പോകുമ്പോഴൊക്കെ ആണെങ്കിൽ നമ്മൾക്ക് ഒട്ടും തന്നെ അത് കേടാകാത്ത രീതിയിൽ വലിച്ചെറിഞ്ഞ് ഇട്ടാലും പോകാത്ത രീതിയിലുള്ള ഒരു ഫോൾഡിങ്. അപ്പോൾ അതിങ്ങനെ ഒന്ന് മടക്കുക. കാല് ഒരെണ്ണം കയറ്റി മടക്കിയിട്ട് പിന്നെ നമ്മളിതിനെ മാക്സിമം ഒതുക്കി ചുരുട്ടുക. കാരണം നമ്മുടെ ബാഗിലൊക്കെ ഇരിക്കാനായിട്ടുള്ള കുറച്ച് സ്പേസിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് അത് ശരിക്കും ഇങ്ങനെ ചുരുട്ടി അറ്റം വരെ കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ അകത്തുകൂടി അങ്ങോട്ട് കൈ ഇട്ടിട്ട് താഴേക്ക് അങ്ങോട്ട് ആക്കുക. താഴേക്ക് ആക്കുമ്പോൾ ഒരു സഞ്ചിയുടെ പോലെ ഇതങ്ങോട്ട് കയറി വരും. കണ്ട? അപ്പം ഈ ഒരു രീതിയിലാണെങ്കിൽ നമുക്ക് ബാഗിൽ നമ്മുടെ സ്യൂട്ട് കേസിലൊക്കെ ഈസി ആയിട്ട് വെക്കാൻ പറ്റും. അതുപോലെ നമ്മുടെ ഷർട്ടുകളും ഈ ഒരു രീതിയിൽ നമുക്ക് സ്യൂട്ട് കേസിലൊക്കെ വെച്ച് ഒക്കെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ഫോൾഡ് ചെയ്യാം. ഞാനെല്ലാം പെട്ടെന്ന് വരുന്ന കാണിച്ചാണ്. കുറേ ഫോൾഡിങ് ഒരു സാധനം തന്നെ പല ടൈപ്പിൽ ഫോൾഡ് ചെയ്യാം. അപ്പോൾ ഇത് ഭയങ്കര ലോങ് ആയിപ്പോണ് വീഡിയോ. അതുകൊണ്ട് പിന്നെ ഇത് മതി. വളരെ ചെറുതായിട്ട് ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് കാണിക്കണേ. നമ്മളിങ്ങനെ അങ്ങോട്ട് അടുത്ത ഫോൾഡിങ് ഇതിൻ്റെ അകത്തേക്ക് കയറ്റി അങ്ങോട്ട് വെക്കുക. അത്രയേ തീർന്നു. ഇത് നമ്മുടെ ബെഡ്ഷീറ്റില്ലേ, നമ്മൾ പില്ലോ കവർ വിത്ത് പില്ലോ കവർ ഉള്ളത്, അത് ഈ ഒരു രീതിയിൽ ബെഡ്ഷീറ്റ് മടക്കിയിട്ട് ഒരു പില്ലോ കവർ ഉള്ളിലും വെക്കുക. അത് 2 പില്ലോ കവർ ആയിരിക്കുമല്ലോ സാധാരണ ഉണ്ടാവുന്നത്. അപ്പോൾ ഒരു പില്ലോ കവർ ഉള്ളിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് മറ്റ് പില്ലോ കവറിൻ്റെ അകത്തേക്ക് ഈ ബെഡ്ഷീറ്റ് അങ്ങോട്ട് കയറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരു സംശയം കൂടാതെ നമുക്ക് ഫുൾ സെറ്റ് എപ്പോഴും റെഡി ആയിട്ട് എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ചിലപ്പോൾ ബെഡ്ഷീറ്റ് എടുക്കുമ്പോൾ പില്ലോ കവറിൻ്റെ ഇടയിൽ നിന്ന് ഊർന്ന് താഴേക്ക് പോയി ശ്രദ്ധിക്കുക, അതൊക്കെ ഇടയിലൊക്കെ വീണ് പോകാം. അപ്പോൾ ഇതാകുമ്പോൾ അങ്ങനെ വീണ് പോകുന്ന പ്രശ്നമേ ഇല്ല. പിന്നെ നമ്മുടെ ലെഗിങ്സ് ഒക്കെ ഈ രീതിയിൽ തന്നെ മുടക്കാം. പിന്നെ വേണമെങ്കിൽ ഞാൻ നേരത്തെ നമ്മുടെ ബോക്സിലൊക്കെ വെച്ചില്ലേ ചുരുട്ടി വെക്കുന്ന ആ ഒരു രീതിയിലൊക്കെ വെക്കാം. ഇത് കുറച്ചും കൂടി നല്ലതായിട്ട് എനിക്ക് തോന്നി. കാരണം ഇത് നമുക്ക് ബോക്സുകളില്ലാത്ത ആളുകൾക്ക് ഈ രീതിയിൽ ഫോൾഡ് ചെയ്ത് മീതെ വെച്ചാലും കുഴപ്പമില്ല. മറിഞ്ഞ് വീണ് എല്ലാം മോശമാണെന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾക്ക് ഇതുപോലെയുള്ള ബോക്സുകൾ ഉണ്ടെങ്കിൽ ബോക്സിലേക്കും ഇങ്ങനെ നല്ല ടൈറ്റായിട്ട് കയറ്റി നിറച്ച് വെക്കാൻ പറ്റും. കാരണം ഇതിനകത്ത് കുറേ ഡ്രസ്സുകൾ ഒന്നിച്ചു കൊള്ളും. പിന്നെ നമ്മുടെ സോക്സിൻ്റെയും കൂടി ഒന്ന് കാണിച്ചു തന്നെ. സോക്സ് ഇങ്ങനെ 2 ടൈപ്പിലാണ് മടക്കുന്നത്. ഇപ്പോൾ ഇത് ഒരു ടൈപ്പ്, നേരത്തെ ആ ഡ്രസ്സൊക്കെ മടക്കിയില്ലേ അതേ ടൈപ്പ് തന്നെ. പിന്നെ അടുത്തത് ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് ഈ ഒരു അറ്റത്തിരിക്കണതിന് ഇതും ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് ഇലാസ്റ്റിക് പോകുമോ എന്നൊക്കെ സംശയം. അങ്ങനെ ഒന്നുമില്ല, കറക്റ്റാണല്ലോ. താങ്ക് യു.